കെ.ബി. ഗണേഷ് കുമാർ. എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എനിക്ക് താല്പര്യമില്ല കെ.ബി. ഗണേഷ് കുമാർ അഡോർ കമ്മിറ്റിയിൽ വന്നതിനോട്. അതെന്താ? നേതാവ് നിലയിൽ ഇപ്പൊ പരാജയമാണ്, തോറ്റപ്പോ തന്നെ മനസ്സിലായി. വ്യക്തി നിലയിലും ഭയങ്കര പരാജയമാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പിന്നെ എന്നെ അത്രയ്ക്ക് മുറിവ് ഏൽപ്പിച്ചതാണ്. എന്റെ 2 സിസ്റ്ററിന്റെ ആൺമക്കളെയും ചേർത്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ്. പുതിയ പരാതി എഴുതിക്കോ. അതിന്റെ ചേച്ചിയുടെ 2 ആൺമക്കളെയും ചേർത്ത് ചേച്ചിയുടെ മോന്റെ കല്യാണ ഫോട്ടോയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും കാലം ക്ഷമിച്ചു, ഇനി ഇതങ്ങോട്ട് വിട്ടുകൊടുത്താൽ ശരിയാകത്തില്ല. അവരുടെ ഇടിപ്പിൽ കൈയിട്ട് എന്റെ ചേച്ചിയുടെ മക്കളെ ഇടിപ്പിലല്ല നാട്ടുകാരുടെ പയ്യന്മാർ ഇടിപ്പിച്ചെന്ന് എനിക്ക് കൈയിടാൻ പറ്റുമോ? ഇത് പറയാ അയാളാര്? മനസ്സിലായില്ല. അപ്പൊ ഞാൻ അയാളടുത്ത് ചോദിച്ചു, എന്താ അയാൾ പറഞ്ഞ അല്ലെ, അയാളുടെ ഏതോ ഫ്രണ്ട് പറഞ്ഞു ചേച്ചിയുടെ 2 മക്കളും കൊണ്ട് കൊണ്ടു നടക്കണം, ഞാൻ കൊണ്ട് നടക്കുന്ന പയ്യന്മാരാണെന്ന്. കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കെടാ നീ പറയുന്നത്. എത്ര വൃത്തിയായിട്ടൊരുത്തനാണ്. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അന്ന് ഞാൻ ആലോചിച്ചു 2020 ഇനി ഇയാള് ജയിക്കില്ല. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തോട്ടെ നായിന്റെ മോൻ നശിച്ച് നാരായണക്കല്ലെടുക്കും. ഇയാളെ ഞാൻ വെറുത്തു പോയതാണ് അവിടെ. എന്ത് വെറുപ്പീരാണ്, എന്ത് വെറുപ്പീരായിരുന്നു അത്. എങ്ങനെ അയാൾക്ക് പറയാൻ തോന്നി? തിരിച്ചും ഞാൻ ചോദിച്ചു, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ അമ്മ 2 മക്കളെയും നിങ്ങളുടെ 2 മക്കളെ ചേർത്ത് വെച്ചത് ആ കണ്ണോടാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യ, നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ 2 മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കിടന്നുകൊണ്ട്. അത് ആ അർത്ഥത്തിലാണോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങളുടെ മൂത്ത ചേച്ചിയുടെ മോളുടെ തോളിക്കൂടെ കൈയിട്ടോണ്ട് നിങ്ങൾ നിൽക്കുന്ന ഫോട്ടോ, അത് നിങ്ങൾ ആ അർത്ഥത്തിലാണോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ആണോന്ന് ചോദിച്ചു. ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്ത് കാണുന്ന എല്ലാവരെയും ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അനാവശ്യം പോലെ ഞാൻ നിങ്ങളുടെ നെഞ്ചിൽ കുത്തിപ്പോ ചോരയാ. അപ്പൊ എന്റെ നെഞ്ചിൽ കുത്തിപ്പോ എന്ത് ടൊമാറ്റോ സോസ് ആണ് അവിടെ വരുന്നത്? തക്കാളിയൊന്നും അല്ല വരുന്നത്. അവിടുന്ന് രക്തമാണ് പൊടിയുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, അന്ന് ഞാൻ അയാളെ വെറുത്തതാണ്. തനിക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടോ നാണം കെടാൻ? നാണം കെട്ടവനെ.